നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ 4 ദിവസം മുമ്പാണ് വി ഡി സതീശൻ സർക്കാർ മുഖ്യമന്ത്രിയായിട്ട് സതീശൻ അധികാരത്തിലേറ്റത്. സത്യപ്രതിജ്ഞ ചെയ്തൊക്കെ നമുക്കറിയാം. സതീശൻ്റെ ഒപ്പം 20 വേറെ മന്ത്രിമാരായിട്ടുണ്ട്. അപ്പം ഇതിപ്പം 1 മാസം മുമ്പ് തുടങ്ങിയതാണ് ഈ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുക എന്നുള്ളത്. ഇപ്പോൾ കിട്ടിയ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം ജൂൺ 15-ാം തീയതി മുതലാണ് അനുവദിക്കുന്നതെന്നാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ KSRTC ബസ്സുകളിലും നമുക്ക് ഈ സൗജന്യ പാസ് യാത്ര അനുവദിക്കാൻ പറ്റുന്നതല്ല. ഓർഡിനറി ബസ്സുകളിൽ മാത്രം, അതായത് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഓടുന്ന വണ്ടികൾ, ദീർഘദൂര ബസ്സുകളും അതിൽ പെടുന്നുണ്ട്. എന്നാൽ ലോക്കലായിട്ടുള്ള ഓട്ടങ്ങൾ, അതായത് അധിക ദൂരമൊന്നുമില്ലാതെ, അതായത് ഇപ്പം വൈറ്റിലേന്ന് എറണാകുളം വരെയും, വൈറ്റിലേന്ന് തൃശ്ശൂർ വരെയും, തൃശ്ശൂരിൽ നിന്ന് ചാലക്കുടി, പിന്നെ അതിൻ്റെ അപ്പുറം പാലക്കാട് വരെ പോകുന്ന ബസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബസ്സുകളിലും ഗ്രാമങ്ങളിൽ കൂടെ ഓടുന്ന ബസ്സുകൾ, അതായത് ടൗണിൽ നിന്ന് വിട്ടിട്ട് ഉൾനാടുകളിൽ കൂടെ ഓടുന്ന ചെറിയ ഗ്രാമപ്രദേശങ്ങളിൽ കൂടെ ഓടുന്ന വണ്ടികളിലേക്ക് മാത്രമേ, അങ്ങനെയുള്ള ഈ ഓർഡിനറി ബസ്സുകളിൽ മാത്രമേ ഇത് പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഈ സൗജന്യ യാത്ര. KSRTC ഇപ്പോൾ തന്നെ നഷ്ടത്തിലാണ്. 23 ലക്ഷത്തോളം യാത്രക്കാർ ഉണ്ടെന്ന് പറയുന്നു. അതിൽ പകുതിയും സ്ത്രീകളാണെന്ന് പറയുന്നു. 45,000 ബസ്സോ അങ്ങനെ എന്തോ ഒരു കണക്ക് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ പറയുമ്പോൾ ഇനിയിപ്പോൾ ഓർഡിനറി ബസ്സിൽ തന്നെ അനുവദിച്ചു കഴിഞ്ഞാൽ തന്നെ ബാക്കി നഷ്ടം, ഇതിൻ്റെ നഷ്ടം എവിടുന്ന് പരിഹരിക്കും? ഓർഡിനറി ബസ്സാണെങ്കിലും ഈ 45,000 ബസ്സുണ്ടെങ്കിൽ പകുതിയോളം ഓർഡിനറി ബസ്സുകളാണ്. ഇപ്പോൾ ഞാനീ പറഞ്ഞ പോലെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലൊക്കെ ഓടുന്ന ബസ്സുകൾ. അപ്പം അവിടെ തന്നെ നല്ലൊരു നഷ്ടം വരുന്നുണ്ട്. ഡീസല്, ഓയില് ഇതൊക്കെ അടിക്കുകയും വാങ്ങുകയൊക്കെ വേണം. അപ്പോൾ ഇതിനൊക്കെ പൈസ വേണം. ഇതൊക്കെ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പറ്റുമോ? മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അയാളും ഈ പറഞ്ഞ പോലെ തന്നെ അയാളുടെ കയ്യിലും ഒരു കണക്കുണ്ടല്ലോ. ആ കണക്കിൽ നിന്ന് ഇപ്പോൾ എടുത്തു കൊടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. പിന്നെ ഇപ്പോൾ നല്ലൊരു ഗതാഗത മന്ത്രി ഇതിനില്ല എന്നാണ് പറയുന്നത്. ഗണേശൻ ഇറങ്ങിപ്പോയെന്നാണ് തോന്നുന്നു. കാരണം ഗണേശൻ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഉള്ള വാർത്തയിൽ കേട്ടതാണ്, നല്ലൊരു ഗതാഗത മന്ത്രി ഇല്ല എന്നുള്ളത്. അതാണ് ഇതിൻ്റെ മെയിൻ പ്രതിസന്ധിക്ക് വരാൻ കാരണം എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ആരുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ ഇനിയിപ്പം ഓർഡിനറി ബസ്സല്ല, ഫുൾ ബസ്സിനും ഫ്രീ പാസ് അനുവദിച്ചു. അപ്പോൾ പുരുഷന്മാരുടെ കാര്യം എന്ത് ചെയ്യും? പുരുഷന്മാർ പല അഭിപ്രായം പറയുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടിപ്പം നമ്മുടെ പ്രൈവറ്റ് ബസ്സുകാർ പറയുന്നത് ഞങ്ങളിത് സമ്മതിക്കത്തില്ല, ഞങ്ങൾ സമരമാണ്, അങ്ങനെയാണ് ചെയ്യും, ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രഖ്യാപനം വന്നപ്പം ഇവരെവിടെ ആയിരുന്നു? ഇപ്പോൾ ഇത് ഇന്നലെ വന്നല്ലോ, 1 മാസത്തിൻ്റെ അടുത്തായി ഇത് വന്നിട്ട്, മനസ്സിലായില്ലേ? അതുവരെ ഇവരെവിടെ ആയിരുന്നു? നമുക്ക് അതായത് ആ വീഡിയോ ഒന്ന് കാണാം. എന്താണ് ഇനി ചെയ്യാൻ പോണത്? ഓർഡിനറി ബസ്സിന് മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ വാർത്തയിൽ പറയുന്നത്. നമുക്കതൊന്ന് നോക്കാം. യാത്ര സർക്കാർ ആലോചിക്കുന്നത്, അതും ഹരികൃഷ്ണ തന്നെ വിശദാംശങ്ങൾ പറയും. ഹരികൃഷ്ണ, എത്ര യാത്രക്കാരുണ്ട്, സ്ത്രീ യാത്രക്കാരുണ്ട്, എത്ര ബസ്സുകളുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇതൊരു തീരുമാനമാകുന്നു. ഓർഡിനറി ബസ്സിൽ മാത്രമായി നിജപ്പെടുത്താനാണോ തീരുമാനം നിലവിൽ വരാൻ സാധ്യത? ഈ ഓർഡിനറി ബസ്സുകളുടെ കാര്യത്തിലാണ് ആദ്യത്തെ പരിഗണന എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. യാത്രക്കാരുടെ കണക്ക് പറഞ്ഞാൽ ഏകദേശം ഒരു 23 ലക്ഷം യാത്രക്കാർ, അതിൽ 50% സ്ത്രീ യാത്രക്കാരാണ് എന്നുള്ളതാണ് KSRTCയിലെ കണക്ക്. അതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ എടുക്കുന്നുണ്ട്. അതായത് KSRTCയിലെ സ്ത്രീ യാത്രക്കാരുടെ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ജെൻഡർ രേഖപ്പെടുത്തി, ടിക്കറ്റിൽ ജെൻഡർ രേഖപ്പെടുത്തിയുള്ള ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കണക്കെടുപ്പ് ഇന്നും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള അതിന് മുന്നോടിയായി ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ആ കണക്കെടുപ്പ് കിട്ടിയാൽ മാത്രമേ ഏത് രീതിയിൽ ഇത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന് പറയാൻ കഴിയും. ജൂൺ 15 മുതൽ ഇതെന്തായാലും സംസ്ഥാനത്ത് നടപ്പാക്കാൻ സർക്കാർ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ സർക്കാരിൻ്റെ പ്രഥമ പരിഗണനയിലുള്ളത് ഓർഡിനറി ബസ്സുകളിൽ ഈ യാത്ര
ആദ്യഘട്ടമായി നടപ്പാക്കുക എന്നുള്ളതാണ് അവർ ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ 4600-ലേറെ 4625 KSRTC ബസ്സുകൾ സംസ്ഥാനത്തുണ്ട്. ഇതിൽ 2500-ഓളം, അതായത് പകുതിയിൽ കൂടുതലും ഓർഡിനറി ബസ്സുകളാണ്. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലും പിന്നെ സിറ്റിയിൽ നിന്ന് ചെറിയ ചെറിയ സർവീസുകൾ നടത്തുന്ന ഓർഡിനറി ബസ്സുകളുണ്ട്. അപ്പോൾ അതിൽ ആദ്യഘട്ടത്തിൽ നടപ്പാക്കുക. മാത്രമല്ല ഇതിൽ ഈ വരുമാന പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ ഇത് കണ്ടില്ലേ, ഇതാണ് ആ വാർത്ത. എന്താണ് ചെയ്യേണ്ടത്? ജനങ്ങൾ എന്ത് ചെയ്യും? ജനങ്ങൾ, സ്ത്രീകൾ ഈ ജൂൺ 15 തീയതി മുതൽ എല്ലാവരും പ്രൈവറ്റ് ബസ് അല്ല KSRTC ബസ്സിലാണ് കയറുന്നതെന്ന് പറയുന്നു. അങ്ങനെ സ്ത്രീകളുടെ മനസ്സിലൊരു മോഹം ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഫ്രീ പാസ്, അതായത് സൗജന്യ യാത്ര കിട്ടുമെന്നുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഓർഡിനറി ബസ്സിന് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ സ്ത്രീകളുടെ പ്രതികരണം എന്താണെന്നുള്ള അറിയത്തില്ല. പിന്നെ അടുത്ത വാർത്ത ഞാൻ കേട്ടിട്ടില്ല. ഇതിപ്പോൾ ഒരു വാർത്ത ഞാൻ കുറച്ച് ഭാഗം ഞാൻ എടുത്തതാണ്, മനസ്സിലായില്ലേ? എന്തായാലും നഷ്ടം തന്നെയാണ്. പിന്നെ 5 കാര്യങ്ങളാണ് ഇപ്പോൾ VD സതീശൻ അധികാരത്തിൽ വന്നിട്ട് പറഞ്ഞിട്ടുള്ളത്. ആ 5 കാര്യത്തിൽ അംഗനവാടി പിന്നെ ജീവനക്കാരുടെ വേതനം കൂട്ടി 1000 രൂപ കൂട്ടി, ആശാ വർക്കർമാർക്ക് 3000 രൂപ കൂട്ടി. അതുപോലെ തന്നെ വേറെയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 5 കാര്യങ്ങളല്ലല്ലോ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടത്. എനിക്കിപ്പം VD സതീശൻ ഭരിച്ചാലോ, ഇനിയിപ്പോൾ രമേശ് ചെന്നിത്തല ഭരിച്ചാലോ, ആര് ഭരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ഇനി BJPയുടെ ഏതെങ്കിലും മന്ത്രിമാർ അധികാരത്തിൽ വന്ന് അവർ ഭരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ വാക്കുകളെല്ലാം പാലിക്കാൻ പറ്റുമോ? നടപ്പാക്കുന്ന കാര്യമാണോ? ഇപ്പോൾ KSRTCയുടെ കാര്യം തന്നെ അവതാളത്തിലാണ്. എവിടുന്ന് ഈ കാശ് പരിഹരിക്കും? എങ്ങനെ പരിഹരിക്കും? ഇനിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിയാനേ പറ്റത്തുള്ളൂ. ഇനി അടുത്ത 15 തീയതി ജൂൺ 15 തീയതി വരെ നോക്കി നിന്നിട്ട് എന്താ തീരുമാനം നോക്കാം. പിന്നെ വേറെ വാർത്ത ഒന്നും ഞാൻ കേട്ടിട്ടില്ല. കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ബാക്കി വീഡിയോ ചെയ്യാം. ഓക്കെ, ശരി എന്നാൽ, ബൈ.